ഓക്കെ സാർ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയുടെ പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ആഴ്ചയും ഓരോ പുസ്തകത്തെക്കുറിച്ച് വായിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനുള്ള ഈ സംരംഭം നമ്മുടെ വായനാശീലത്തെയും ചിന്തനശേഷിയെയും വളർത്തുന്ന ഒരു മനോഹര വേദിയാണ്. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരിയായ സജിത മഠത്തിൽ എഴുതിയ വെള്ളി വെളിച്ചവും വെയിൽ നാളങ്ങളും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ പരിപാടിയുടെ ഔദ്യോഗിക സ്വാഗത പ്രസംഗത്തിനായി 1ാം വർഷ ബി.എഡ് കൊമേഴ്സ് വിദ്യാർത്ഥിനിയായ സ്നേഹ കേസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പുസ്തകം തുറക്കുമ്പോൾ ഒരു പുതിയ ലോകം തുറക്കപ്പെടുന്നു. വായനയാണ് അറിവിലേക്കും ബോധത്തിലേക്കും നയിക്കുന്ന ഏറ്റവും മനോഹരമായ മാർഗം. ഈ ചിന്തയാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയുടെ പ്രേരണ. ഓരോ വ്യാഴാഴ്ചയും വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പുസ്തകങ്ങളിലൂടെ പുതിയ ലോകങ്ങളെ തേടാനും ഈ പരിപാടിയിലൂടെ നമുക്ക് അവസരം ലഭിക്കുന്നു. ആദ്യമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മാമിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മാമിനെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വെള്ളി വെളിച്ചവും വെയിൽനാളങ്ങളും എന്ന പുസ്തകത്തിന്റെ രചയിതാവായ സജിത മഠത്തിൽ മാമിനെ ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെള്ളി വെളിച്ചവും വെയിൽനാളങ്ങളും എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന 1ാം വർഷ ബി.എഡ് കൊമേഴ്സ് വിദ്യാർത്ഥിനി ലക്ഷ്മി വിജയനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടി കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി സ്നേഹ. ഇന്നത്തെ പ്രധാന ഘടകമായ പുസ്തക നിരൂപണത്തിലേക്ക് കടക്കാം. വെള്ളി വെളിച്ചവും വെയിൽനാളങ്ങളും എന്ന കൃതിയെക്കുറിച്ചുള്ള നിരൂപണം അവതരിപ്പിക്കുന്നതിനായി 1ാം വർഷ ബി.എഡ് കൊമേഴ്സ് വിദ്യാർത്ഥിനി ലക്ഷ്മി വിജയനെ ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മി വിജയൻ. ഞാൻ 1ാം വർഷ ബി.എഡ് കൊമേഴ്സ് വിഭാഗ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് ഇവിടെ പുസ്തക നിരൂപണം നടത്താൻ പോകുന്നത് പ്രശസ്ത എഴുത്തുകാരിയും സിനിമാ നാടക രംഗത്തെ സജീവ പ്രവർത്തകയുമായ സജിത മഠത്തിൽ മാഡത്തിൻ്റെ വെള്ളി വെളിച്ചവും വെയിൽനാളങ്ങളും എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. 25 വർഷത്തിലധികമായി നാടകരംഗത്ത് സജീവ പ്രവർത്തകയാണ് മാഡം. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് 2010 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഷട്ടർ എന്ന മലയാളം സിനിമയിൽ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ 2ാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം 2013 ലഭിച്ചിട്ടുണ്ട്. മലയാള നാടക സ്ത്രീ ചരിത്രം, അരങ്ങിന്റെ വകഭേദങ്ങൾ, അരങ്ങിലെ മത്സ്യഗന്ധികൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. വെള്ളി വെളിച്ചവും വെയിൽനാളവും എന്ന പുസ്തകം അതാത് കാലഘട്ടത്തിൽ വനിതാ ജീവിതം, കുടുംബ ചട്ടക്കൂടുകൾ, സാമൂഹിക വിലക്കുകൾ എന്നിവയെ സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങളെ പങ്കിടുന്ന ആത്മകഥയാണ്. എൻ്റെ അടുത്ത സുഹൃത്തായ സജിത മഠത്തിൽ എഴുതിയ ഈ അനുഭവക്കുറിപ്പുകൾ ഏറെ ഹൃദയസ്പർശിയാണ്. സജിത രേഖപ്പെടുത്തിയ അനുഭവങ്ങളുടെ കാലം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് സ്വന്തം കുടുംബ ചട്ടക്കൂടുകൾക്ക് പുറത്ത് അനുവദനീയമായ ഇടമില്ലാതെ പോകാൻ സാമൂഹിക സദാചാരം വിലക്കിയിരുന്നു. സജിത അത്തരം വിലക്കുകൾ പൊട്ടിച്ചെറിയാൻ എന്തെല്ലാം കടമ്പകളാണ് കടന്നത്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം തിളക്കങ്ങളാർന്ന വിജയമാണ് അവൾ നേടിയെടുത്തത്.
നാട്ടുകാരിയായ എന്നെപ്പറ്റി കേട്ട കാര്യങ്ങൾ, ഞാൻ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, അവളെ പോലെയുള്ള പെൺകുട്ടികളെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രതിഫലിച്ചിരുന്നു എന്ന് സരസമായും എന്നാൽ കാര്യഗൗരവത്തോടെയും അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ. ഒരു സാംസ്കാരിക പ്രവർത്തകയുടെ ജീവിതം ചെറുത്തുനിൽക്കൽ, തന്റെ മേഖലയിലെ അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, വീഴ്ചകൾ, തളർച്ചകൾ ഈ കുറിപ്പിൽ കാണും. ജീവിതഗന്ധിയായ എഴുത്തിന്റെ ലാളിത്യം വായനക്കാരെ പിടിച്ചെത്തും എന്ന് കെ. അജിത രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരൂപണത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ക്യാമറ ഓഫാക്കുകയാണ്, നെറ്റ്വർക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ. ആമുഖത്തിൽ പോലെ ആ ഉണ്ടക്കണ്ണിയുടെ മനസ്സും കണ്ണും കണ്ട കാഴ്ചകളാണ് ഇവിടെ എഴുതാൻ ശ്രമിക്കുന്നത്. നീറിപ്പിടുകയോ രക്തം കിനിയുകയോ ഊടും പാവും തിരിച്ചെടുക്കാനാവാത്തവയോ ഒന്നും ഇതിലില്ല. ചുറ്റുമുള്ള മനുഷ്യരെയും സംഭവങ്ങളെയും ഒക്കെ എൻ്റെ കഥ പറച്ചിലിൽ പുതിയ നിറങ്ങളിൽ, സംഘർഷഭരിതമായ ഉൾച്ചൊഴികളിൽ ആവിഷ്കരിക്കപ്പെടും. ജീവിത സന്ദർഭങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി കൃത്യമായി സംഭവങ്ങളുടെ മാലയായി എഴുതുന്ന രചനാരീതിയല്ല ഈ എഴുത്ത്. ഞാൻ പറഞ്ഞതുപോലെ ഈ പറച്ചിൽ എൻ്റെ ജീവിതവും അതേക്കുറിച്ച് എൻ്റെ മനസ്സിലെ ചിത്രങ്ങളും കൂടി ചേർന്നാണ് രൂപപ്പെടുന്നത്. അച്ഛൻ്റെ ഓർമ്മകളിൽ നിന്നാണ് പുസ്തകം തുടങ്ങുന്നത്. അച്ഛനെ കുറിച്ച് പലരും പറഞ്ഞു തന്ന വിവരങ്ങളിലൂടെ അച്ഛനെ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരയ്ക്കും. എന്നെങ്കിലും ആ ചിത്രത്തിന് ജീവൻ വെക്കുമെന്നും എന്നെ ചേർത്ത് പിടിക്കുമെന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടതും അച്ഛൻ്റെ അഭാവത്തിലുള്ള വേദനയും സ്നേഹത്തിനായുള്ള ആഗ്രഹവും ഓർമ്മകളിലൂടെ ബന്ധം നിലനിർത്താനുള്ള ശ്രമയും എല്ലാമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ മുത്തശ്ശിയും അമ്മുമ്മയും അമ്മയും സഹോദരിമാരും വീട്ടിൽ പാർത്തു വരുന്ന ബന്ധുക്കളായ സ്ത്രീകളും എല്ലാം ചേർന്നൊരു പെൺലോകം. വലിയ മുത്തശ്ശി ഗ്രാമീണ ജീവിതത്തിൽ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും പാലിച്ച് ജീവിച്ചു വന്നിരുന്നു. അവളുടെ വീട്ടിലെ ജീവിതത്തിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. ആ പഴയ കാലത്തിന്റെ ഭക്തിയും സംസ്കാരവും എഴുത്തുകാരി സ്നേഹത്തോടെയും ഓർമ്മയോടെയും അവതരിപ്പിച്ചിരിക്കുന്നു. ബാല്യകാല ഓർമ്മകളെ അച്ഛന്റെ അഭാവത്തിലുള്ള അനുഭവിച്ച ഒറ്റപ്പെടലുകളും പ്രതിഫലിപ്പിച്ചിരിക്കുന്നു. ആ ഒറ്റപ്പെടലാണ് ഇന്ന് അവളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്ന് അവൾ തിരിച്ചറിയുന്നു. അജിത എന്ന പേര് ഞാൻ ചെറുപ്പം മുതൽ കേട്ടു വളരുന്നതാണ്. അക്കാലത്ത് തനിഷ്ടക്കാരിയായ എല്ലാ പെൺകുട്ടികളെയും അജിത എന്നാവും വീട്ടുകാരും കൂട്ടുകാരും നാട്ടിലെ ക്രിട്ടിക്കുകളും വിളിച്ചിട്ടുണ്ടാവുക. ഈ കൃതിയുടെ മുഖ്യ പ്രമേയം സ്ത്രീയുടെ സ്വാതന്ത്ര്യാന്വേഷണവും ആത്മബോധവുമാണ്. സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾ, കുടുംബത്തിന്റെ നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, ആത്മസന്തോഷം ഇവയുടെ സംഘർഷത്തിൽ ഒരു നിലയിൽ നിൽക്കുന്ന സ്ത്രീയാണ് എഴുത്തുകാരിയുടെ പ്രമേയം. പ്രണയം, രതി, വിദ്വേഷം തുടങ്ങിയ മനുഷ്യവികാരങ്ങളെയും പരാമർശിച്ചിട്ടുണ്ട്. അമ്മയുടെ ജീവിതത്തിലൂടെ സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക നിയന്ത്രണങ്ങളും അനീതികളും അവൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരുടെ ആത്മഹത്യയും സുലേഖയുടെ കൊലപാതകവും അവളുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ അനുഭവങ്ങളാണ് അവളെ ജീവിതത്തെയും മനുഷ്യബന്ധങ്ങളെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നവളായി മാറ്റിയത്. ചന്ദ്രൻ മാമയോടൊപ്പം നടത്തിയ പഞ്ചാബ് യാത്ര എഴുത്തുകാരിക്ക് ആ കാലത്ത്
ഏറ്റവും സന്തോഷകരമായ അനുഭവമായിരുന്നു. അമ്മയും സബിയും ഞാനും ആദ്യമായി ഒന്നിച്ചൊരു ദീർഘയാത്ര ചെയ്യുന്നു. ദീർഘ ദീർഘദൂര ട്രെയിനിൽ കയറുന്നതും. ഞങ്ങൾ നേരെ പോയത് ഡൽഹിയിലേക്കായിരുന്നു. ഡൽഹി കാണിച്ച് വിശദമായി ഓരോന്നും പറഞ്ഞ് ചന്ദ്രമാമ കൂടെ നടന്നു. രാജ്ഘട്ടും വിജയ്ഘട്ടും ശാന്തി സ്ഥലവും എന്ന് വേണ്ട ഡൽഹിയിലെ എല്ലാ മുക്കും മൂലയും ഞങ്ങൾ കണ്ടു. ഹുമായൂൺ ടോംബും കുത്തബ് മിനാറും റെഡ് ഫോർട്ടുമൊക്കെ ആദ്യമായി കണ്ട ദിവസങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചാബിലേക്കാണ് പോയത്. ആദ്യം ലുധിയാനയിലേക്കും പിന്നീട് ഹൽവാറിലേക്കും. ചന്ദ്രമാമ ഞങ്ങളെ പിന്നീട് കൊണ്ടുപോയത് പത്താൻകോട്ടയിലേക്കായിരുന്നു. അവിടുന്ന് ബാഗ ബോർഡറിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. എന്നെങ്കിലും പാകിസ്ഥാനിലേക്ക് ഞാൻ പോകും എന്ന് അപ്പോൾ ദിവാസ്വപ്നം കണ്ടത് വെറുതെ ആയില്ല. കറാച്ചിയിലേക്ക് പോകാനായി ആ ബോർഡറിന്റെ വര ഭേദിച്ച് ഗേറ്റിലൂടെ അപ്പുറത്തേക്ക് പോയപ്പോൾ ചന്ദ്രമാമയുടെ കൈ പിടിച്ച് ലോകം മുഴുവൻ അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്ന ആ അരപ്പാവാടക്കാരി എന്നെ പുറകിൽ നിന്നും വിളിച്ചു. ഭീമാകാരനായ ബക്രാനങ്കൽ അണക്കെട്ടും കണ്ടത് ആ യാത്രയിലായിരുന്നു. അതേസമയം കടലുണ്ടിയിൽ നടന്ന തോണിയാത്ര ആദ്യ സാഹസിക അനുഭവമായി. പിന്നീട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര അവൾ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും വളർത്തി. നാഗാലാൻഡിലെ കൊഹിമയിലേക്കുള്ള യാത്രയിൽ യാത്രാ രേഖകളില്ലാതെ വെളുപ്പിന് 3 മണിക്ക് വടക്കു കിഴക്ക് ഇന്ത്യയിലെ മയക്കുമരുന്ന് മാഫിയ തീവ്രവാദ കേന്ദ്രമെന്നറിയപ്പെടുന്ന ഭീമാപൂരിലെ ആളൊഴിഞ്ഞ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ചെന്നപ്പോഴും പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നുള്ള മടക്കയാത്രയിൽ ബാഗ അതിർത്തിയിലേക്കുള്ള അവസാന ബസ് കിട്ടാതെ ഓട്ടോ പിടിച്ച് ഓടിയെത്തി ബോർഡർ ക്രോസ് ചെയ്ത് നടന്ന് നീങ്ങിയപ്പോഴും ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാൻസ്ബർഗിലെ അപകടം പതുങ്ങി നിൽക്കുന്ന വഴിയിലൂടെ നാടകം കണ്ട് മടങ്ങിയപ്പോഴും വിമാനം വൈകി അർദ്ധരാത്രി കഴിഞ്ഞ് ടാക്സിയിൽ കാഠ്മണ്ഡുവിലെ ഹോട്ടലിലേക്ക് പോയപ്പോഴും ശ്രീലങ്കയിലെ കലാപബാധിത വഴിയിലൂടെ സുനാമി ബാധിതരെ കാണാൻ യാത്ര ചെയ്തപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ജോലി ആവശ്യത്തിനായി, പഠനത്തിനായി, കുടുംബകാര്യത്തിനായി, അങ്ങനെ പല പല കാരണങ്ങൾക്കായി യാത്ര ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് സ്ത്രീകളും ഉണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രകളിൽ എന്തെങ്കിലും കാരണങ്ങളുടെ ഒരു മുറുക്കെപ്പിടുത്തം, മനസ്സിൽ ധൈര്യം എനിക്ക് അത്യാവശ്യമായിരുന്നു. മാളികക്കാവിലെ തിറയും വെള്ളാട്ടവും എഴുത്തുകാരിയെ കലയുടെ മായിക ലോകത്തേക്ക് ആകർഷിച്ചു. തിറക്കാരുടെ വാളാട്ടം, ചമയങ്ങൾ, ശബ്ദങ്ങൾ എന്നിവ അവൾ അത്ഭുതത്തോടുകൂടി ഭയത്തിലും ആഴ്ത്തി. ഓലക്കീറിനിടയിൽ നിന്ന് അവരിലെ മാറ്റം കാണുമ്പോൾ അവൾക്ക് അതുല്യമായ അനുഭവമായി. നൃത്ത പഠനം അരങ്ങേറ്റത്തിന് ശേഷമാണ് നാടകത്തിലേക്കുള്ള ചുവടുവയ്പ്. ആദ്യ വേഷം വളരെ ചെറുതായിരുന്നെങ്കിലും ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു. പിന്നീടുള്ള നാടകരംഗത്തിലേക്കുള്ള ചവിട്ടുപടി തന്നെയായിരുന്നു അത്. 1986 വലപ്പാട് വനിതാ ശിബിരം എഴുത്തുകാരിയുടെ ജീവിതത്തിലെ വലിയ മാറ്റം വരുത്തിയ അനുഭവമായി മാറിയിരുന്നു. സ്ത്രീപക്ഷ ചിന്തകളും സാമൂഹിക ബോധവൽക്കരണവും അവളെ ആഴത്തിൽ സ്വാധീനിച്ചു. അതിന്റെ ഫലമായി അവളുടെ ജീവിത ശൈലിയും ആശയങ്ങളിലുമുള്ള ലാളിത്യവും ബോധപൂർണതയും പ്രതിഫലിക്കുന്നു. സ്ത്രീ പുരുഷ തുല്യതയിലുണ്ടായ പുതിയ ബോധം എഴുത്തുകാരിയുടെ ജീവിത കാഴ്ചയെ മാറ്റി. ആഡംബര വിവാഹത്തോടുള്ള വിരക്തിയും സാമൂഹിക പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന മനോഭാവവുമാണ് അവളിൽ വളർന്നത്. അനുജത്തി സബിതയുമൊത്ത് പരമ്പരാഗതയെ മറികടന്ന്
സ്വതന്ത്രമായി ജീവിതം നയിക്കാൻ ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. എഴുത്തുകാരി പരിഷത്തിന്റെ കലാജാഥകളിൽ നാടകങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന സ്ത്രീ പ്രശ്നങ്ങളെ മുന്നോട്ട് വെച്ചു. 1987 സമതയുടെ നാടക ക്യാമ്പിൽ നിന്നാണ് അവളുടെ കലാജീവിതത്തിൽ തുടക്കം. 2023 അവൾ രചിച്ച ഷീ ആർക്കൈവ് നാടകം പരിഷത്തിന് തന്റെ സ്നേഹത്തിന്റെ പ്രതീകമായി മാറി. 1995 വേൾഡ് വിമൻസ് കോൺഫറൻസിൽ പങ്കെടുക്കാനായി എഴുത്തുകാരി ചൈനയിലേക്ക് പോയി. കൽക്കട്ടയിൽ പഠിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് ക്ഷണം ലഭിക്കുന്നത്. യാത്രക്കിടയിലെ ദുരനുഭവം ധൈര്യത്തോടെ പ്രതിരോധിച്ചു. കോഴിക്കോട് കാലഘട്ടത്തിൽ എഴുത്തുകാരി സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയാസൂത്രണം തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി സ്ത്രീ പഠന കേന്ദ്രത്തിലും നാടക ക്യാമ്പുകളിലും പങ്കെടുത്തത് അവളുടെ ജീവിത ദിശ മാറ്റി. നാടകത്തെ ഗൗരവമായി പഠിക്കാനുള്ള പ്രചോദനമായി. കൽക്കട്ടയിലെ നാടക പഠനത്തിനായി പോയത് അവളുടെ വ്യക്തിജീവിതവും കരിയറിനെയും ആഴത്തിൽ സ്വാധീനിച്ചു. സ്ത്രീ പഠന കേന്ദ്രത്തിലെ നാടക ക്യാമ്പിന് ശേഷം എഴുത്തുകാരി നാടകം ഗൗരവമായി പഠിക്കാൻ തീരുമാനിച്ചു. 2 വർഷത്തെ അവധിയെടുത്ത് കൽക്കട്ടയിലെ രവീന്ദ്ര ഭാരതി സർവകലാശാലയിൽ പഠിച്ചത് അവളുടെ ചിന്തയും വായനയും ആഴത്തിൽ മാറ്റി. ടാഗോറിന്റെ സൃഷ്ടി പാരമ്പര്യം അനുഭവിച്ച ആ കാലം അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമായി. കൽക്കട്ടയിൽ MA പൂർത്തിയാക്കിയ ശേഷം എഴുത്തുകാരി ഡൽഹിയിൽ നാടക ഗവേഷണത്തിനായി ഫെലോഷിപ്പ് നേടി. തുടർന്ന് MPhilനായി മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ചേർന്നു. ഈ കാലത്ത് അവൾ എഴുതിയ ബ്യൂട്ടി പാർലർ എന്ന ഏകാംഗ നാടകം സ്ത്രീകളുടെ ജീവിതവും ആത്മബോധവും പ്രതിഫലിപ്പിച്ചു. സ്ത്രീ നാടക പണിപ്പുര നൽകിയ ഈ അവസരം അവളുടെ നാടക ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായി. കുടുംബവും നാടക ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ എഴുത്തുകാരി നിരവധി വെല്ലുവിളികൾ ഇടയിലും സൃഷ്ടി പ്രവർത്തികൾ തുടർന്നു. അഭിനേത്രിയും ബ്യൂട്ടി പാർലർ പോലുള്ള നാടകത്തിലൂടെ സ്ത്രീ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അവതരിപ്പിച്ചു. പിന്നീട് ടെലിവിഷൻ പരിപാടിയായ പെൺ മലയാളം വഴി സ്ത്രീ ജീവിതത്തിലെ ജീവിതവും രാഷ്ട്രീയ ബോധവും ആഴത്തിൽ പ്രദർശിപ്പിച്ചു. സൗത്ത് ആഫ്രിക്കൻ ഭൗമ ഉച്ചകോടിക്കായി എഴുത്തുകാരി രചിച്ച മത്സ്യഗന്ധി മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ജീവിതം പ്രതിഫലിപ്പിച്ച ശക്തമായ നാടകമായി. അവളുടെ നാടക ജീവിതത്തിന്റെ അന്തർദേശിക അംഗീകാരം നൽകി. ഇത്തവണ മകൻ ജോലിസ്ഥലത്തേക്ക് യാത്ര പോകുന്നതിന് മുന്നേ പറഞ്ഞു, അമ്മേ, കുറെ കൂടി കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണം. സ്വതന്ത്രമായി സിനിമയ്ക്ക് പോണം, ഒറ്റയ്ക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പഠിക്കണം എന്നൊക്കെ. ഞാൻ അവനെ കണ്ണുരുട്ടി പുച്ഛത്തോടു കൂടി നോക്കി. എന്നോടോ ബാല എന്നുള്ള മട്ടിൽ. ലോകത്തിൽ പല ഭാഗങ്ങളിലും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കൂട്ട് വേണം. അത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലാത്തത് കൊണ്ടല്ല, കൂട്ട് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈ വരികൾ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. അമ്മയോട് എൻ്റെ ചേട്ടൻ എപ്പോഴും പറയാറുള്ള വാക്കാണ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്നുള്ളത്. എന്നാലും പലപ്പോഴും അമ്മ വീണ്ടും ഇതെങ്ങനെയാ ചെയ്യണമെന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മയ്ക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കും എന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഈ പുസ്തകത്തിന്റെ മുഖ്യ സവിശേഷതകൾ: സ്ത്രീകളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും അനുഭവങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. വ്യക്തിഗതമായ പ്രതിസന്ധികളെ എഴുതി കഴിയുന്നതിനുള്ള ആത്മാർത്ഥ ശ്രമം ഈ പുസ്തകത്തിന്റെ മുഖ്യ ആകർഷണമാണ്. കുടുംബം, സമൂഹം,
സാംസ്കാരിക ഇടപെടലുകൾ, സ്ത്രീധനം, പ്രണയം, ദുഃഖം തുടങ്ങി പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളും വളരെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. വനിതകൾക്ക് സ്വയം തിരിച്ചറിയലിനും സമൂഹത്തിൽ ഇടം പിടിക്കാനുമുള്ള പ്രോത്സാഹനമായിരിക്കും ഈ കുറിപ്പുകൾ ദൃഢതയോടെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് വെറും ഒരു പുസ്തകം മാത്രമല്ല, ഒരു മാത്രമല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ലൊരു മോട്ടിവേഷണൽ ബുക്കുകൾ തന്നെയാണ്. വെള്ളി വെളിച്ചവും വെയിൽ നാളങ്ങളും എന്ന ടൈറ്റിൽ കേൾക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും, വെള്ളി വെളിച്ചം കാണുമ്പോഴത്തേക്കും അട്രാക്റ്റീവ് ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ വെളിച്ചം വെയിൽ നാളങ്ങളാണ്. അതുപോലെ പ്രതികൂലമായ പല സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും ഇതിനെല്ലാം മറികടന്ന് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. സ്ത്രീയാണ് അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പറ്റില്ല എന്ന് പല രീതിക്ക് നമ്മൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും മുന്നോട്ട് പോവുക ധൈര്യമായിട്ട്. എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ, എന്തൊക്കെ അവസരങ്ങളുണ്ടോ, അതെല്ലാം മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കുക. തീർച്ചയായും വെള്ളി വെളിച്ചവും വെയിൽ നാളങ്ങളും എന്ന കൃതി ഏറെ വായിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു നിരൂപണം നടത്തുന്നത്. അതിന് അവസരം നൽകിയ SNM ട്രെയിനിങ് കോളേജിലെ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പുസ്തക നിരൂപണ പരിപാടിയും അതിന്റെ കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ സാറിനും ഹീര മാമനും ഞാൻ പ്രത്യേകം നന്ദി പറയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ലക്ഷ്മി. വെള്ളി വെളിച്ചവും വെയിൽ നാളങ്ങളും എന്ന സജിത മഠത്തിൽ മാമിന്റെ ആത്മകഥയെ ആഴത്തിൽ വായിച്ച് മനോഹരമായ നിരൂപണം അവതരിപ്പിച്ച ലക്ഷ്മി വിജയന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പുസ്തകത്തിന്റെ രചയിതാവായ സജിത മഠത്തിൽ മാം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സമകാലീന മലയാള സാഹിത്യ ലോകത്ത് സ്വന്തം വ്യത്യസ്ത ശൈലിയിൽ പാടുപെട്ടു നിൽക്കുന്ന എഴുത്തുകാരിയാണ് സജിത മഠത്തിൽ മാം. ജീവിതാനുഭവങ്ങളും സ്ത്രീ മനസ്സിന്റെ അതിമനോഹരമായ പ്രതിഫലനങ്ങളും അവരുടെ രചനയിലൂടെ ജീവന്തമാകുന്നു. കോഴിക്കോട് ജില്ലയിൽ ജനിച്ച സജിത മഠത്തിൽ മലയാള നാടക ചലച്ചിത്ര രംഗങ്ങളിൽ ശ്രദ്ധേയയായ അഭിനേത്രിയും എഴുത്തുകാരിയുമാണ്. കൊൽക്കത്തയിലെ രവീന്ദ്ര ഭാരതി സർവകലാശാലയിൽ നിന്ന് നാടകത്തിൽ MAയും കോട്ടയത്തെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് MPhilഉം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് നാടക അഭിനയത്തിൽ PhD ബിരുദവും നേടി. നാടകരംഗത്ത് 25 വർഷത്തിലധികമായി സജീവമായ മാം നിരവധി നാടകങ്ങളിലും 40-ലധികം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഷട്ടർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് 2012 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് ലഭിച്ചു. സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മികച്ച ഡോക്യുമെന്ററിക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ തുടങ്ങിയവയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികളിൽ മലയാള നാടക സ്ത്രീ ചരിത്രം, അരങ്ങിലെ മത്സ്യഗ്രന്ഥികൾ, അരങ്ങിന്റെ വകഭേദങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നാടകരംഗത്തും സാഹിത്യരംഗത്തും അനവധി സംഭാവനകൾ നൽകി സജീവ സാന്നിധ്യമായ സജിത മഠത്തിൽ മാം ഇപ്പോൾ ഡൽഹിയിലെ സംഗീത നാടക അക്കാദമിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. എഴുത്താനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി സജിത മഠത്തിൽ മാമിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ലക്ഷ്മി. ലക്ഷ്മി വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. സന്തോഷം. നിങ്ങൾ ഈ പുസ്തകം കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം മാം. ഓക്കെ. വളരെയധികം സന്തോഷം ഈ പുസ്തകം തിരഞ്ഞെടുത്തതിനും ഈ വായനാ വാരം എന്താണ് എനിക്കറിയില്ല, വായനാഴ്ച. ഓക്കെ. അതിന് തെരഞ്ഞെടുത്തതിനും ഒക്കെ എന്റെ സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. കാരണം ഞാൻ ആരാണോ ഈ പുസ്തകം വായിക്കേണ്ടത് എന്ന് ആഗ്രഹിച്ചോ അവരുടെ കയ്യിൽ ഈ പുസ്തകം എത്തുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പുസ്തക ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരമാണെങ്കിലും അവിടെ വന്നിരുന്നു നിങ്ങൾ എന്തൊക്കെയാ പറയണമെന്ന് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് ഞാൻ വന്നത്. യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമേ ആയിരുന്നില്ല. പിന്നെ ഇത് നിങ്ങൾ ഇങ്ങനെ എന്നെ പെടുത്തിയപ്പോ പിന്നെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത്.
പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു ആത്മകഥ എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശ്യമായിരുന്നില്ല. ഞാൻ പല കാലങ്ങളിൽ പലയിടത്തായി ഇങ്ങനെ പ്രത്യേകിച്ചും ഞാൻ നാടകപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു ഉം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ ഒരിക്കൽ കവർ പേജ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വലിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പല കാലങ്ങളിൽ പലയിടത്തായിട്ട് എഴുതിയുള്ള കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് ഒരു പുസ്തകമാക്കണം എന്ന് ആവശ്യപ്പെടുന്ന DC ബുക്സ് ആണ്. അപ്പം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഓക്കെ ദർ ഇസ് എ പോസിബിലിറ്റി എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാനത് എഴുതി തുടങ്ങിയത്. അപ്പം എഴുതുമ്പോഴുള്ള ഈ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായത്, ഗവേഷകം ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് ഞാൻ പറയാം, ട്രെയിനിങ് ഒക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ആളുകളൊക്കെ ആണല്ലോ. അപ്പം ഒരു സ്ത്രീകളുടെ ഓട്ടോബയോഗ്രഫി എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് വളരെ അറിയപ്പെടുന്ന ഇപ്പം മാധവിക്കുട്ടിയുടെ ആണെങ്കിൽ ലീല ദാമോദരമേനോന്റെ ആണെങ്കിലും ഒക്കെയുള്ള ഓട്ടോബയോഗ്രഫീസ് വായിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ധാരാളം ഓട്ടോബയോഗ്രഫീസ് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുള്ളത്, എന്തായിരിക്കണം ഞാൻ അതിൽ പറയേണ്ടത്. ഞാൻ എൻ്റെ പലപ്പോഴും നമ്മുടെ കൂടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണോ ഞാൻ കൊടുക്കേണ്ടത്, നമ്മളെ കുടുംബത്തിന്റെ അകമാണോ അതിൽ വരേണ്ടത്, എന്താ ഒരു സ്ത്രീയുടെ ഓട്ടോബയോഗ്രഫിയിൽ വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരാളം ചിന്തകൾ എനിക്കുണ്ടായിരുന്നു, എങ്ങനെ അത് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ലെവലിലുള്ള ഒരാൾക്ക് ഈ ഒരു ഓട്ടോബയോഗ്രഫിന്റെ ആവശ്യമുണ്ടോ, അത് എഴുതാനായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. പലരും എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതാൻ കാരണം എന്താ വെച്ചാല്, ഞാൻ വളരെ വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. ഒരു നാടകപ്രവർത്തകയാവാനോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനോ സിനിമ സ്ക്രിപ്റ്റ് ചെയ്യാനോ അതിന്റെ പുറകെ നടക്കാനോ ഒന്നുമുള്ള സാഹചര്യത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. അങ്ങനെയുള്ള ഒരാളെ പോലും ഞാൻ എൻ്റെ മുന്നിൽ ചെറുപ്പത്തിൽ കണ്ടിട്ട് പോലുമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള, കോഴിക്കോട് കല്ലായിക്കപ്പുറം യാത്ര ചെയ്യാൻ സാധ്യമാണ് എന്ന് വിചാരിക്കാത്ത സ്ത്രീകളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അത് ഞാൻ എടുത്തൊരു എഫേർട്ട്, എന്തായാലും ഞാൻ അതിലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അതിന് പല രീതിയിലുള്ള സാമൂഹിക സാഹചര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അതിനകത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നല്ലോണം, എന്താ പറയാ, തകർന്ന് തരിപ്പണമായിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ പോയ ആളാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് എഴുതാം. കാരണം വെച്ചാല് അത് യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ നമ്മൾ ഒരു ലക്ഷ്യം കണ്ട് നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാന്നുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാന് ഞാൻ സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്ന, അതായത് എനിക്കൊരു 19 വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചത് കാരണം, നേരത്തെ മരിച്ച അദ്ദേഹം അധ്യാപകനായിരുന്നു, അദ്ദേഹം മരിച്ചത് കാരണം എനിക്ക് ജോലി കിട്ടി, നേരത്തെ ജോലി കിട്ടി. അപ്പൊ ഞാൻ ആ ജോലി 19ാമത്തെ വയസ്സിൽ ക്ലർക്കായിട്ട് ഞാൻ ജോലിക്ക് കയറുകയാണ്. ഞാൻ കോഴിക്കോട് സ്കൂട്ടറൊന്നും ആരും ഓടിക്കില്ല. അപ്പൊ ഞാനൊരു സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു ഡ്രാമയാണ്. ഞാൻ സ്കൂളിലേക്ക് സ്കൂട്ടറിൽ കയറി ചെല്ലുമ്പോൾ വലിയൊരു ആരവുണ്ടാവും, മൊത്തം കുട്ടികൾ പുറകെ ഓടി വരും. എന്നിട്ട് ഞാൻ സ്കൂട്ടറൊക്കെ നിർത്തിയെന്ന് ഇറങ്ങി, അങ്ങനെയൊക്കെയാണ്, മൊത്തം ഡ്രാമയായിരിക്കും അത്. അങ്ങനെ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യും. അപ്പൊ എൻ്റെ അമ്മയൊക്കെ വിചാരിക്കുന്നത് ഞാൻ അതാണ് ചെയ്യേണ്ടത്. എനിക്ക് തുടർച്ചയില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ നല്ല ക്ലർക്ക് ആവുകയും ഹെഡ് ക്ലർക്ക് ആവുന്നു, ചിലപ്പോൾ LDC UDC ആവും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ചും കൂടി വലിയ പോസ്റ്റിലേക്കൊക്കെ പോകും. അത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു എന്ന് വരും. ഞാൻ സാമൂഹിക ബോധമുള്ള ഒരു വീട്ടമ്മയായിട്ട് മാറുമായിരിക്കും. അത്രയേ ഉള്ളൂ എൻ്റെ മുന്നിലുള്ള ഇത്. അപ്പം ഞാൻ പെട്ടെന്ന് ആ കാലത്ത് ഞാൻ പരിഷത്തിന്റെ കലാജാഥകൾ കാണുന്നു, നാടകത്തിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുന്നു. അതിന് മുന്നേ ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം നാടകം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിഷത്തിന്റെ കലാജാഥയോടൊക്കെ ഭയങ്കര പ്രശ്നമായി. കാരണം ഇവർ ഈ പെൺകുട്ടികളെ അഭിനയിക്കാൻ വിളിക്കുന്നു എന്നല്ലാതെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാനോ അതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കാനോ അതിന്റെ ഓർഗനൈസേഷണൽ വർക്കിനോ ഒന്നും സ്ത്രീകളെ കൊണ്ടുപോവില്ല. സ്ത്രീകൾ വന്നാൽ അതൊന്നും ചെയ്യേണ്ട പണി സ്ത്രീകളുടെ അല്ല, ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ വന്ന് അഭിനയിച്ചു പോയാൽ മതി എന്നതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതി ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും ആ കാലത്ത് പരിഷത്തിന്റെ അകത്ത് ജെൻഡറിനെ കുറിച്ച്, അന്ന് ജെൻഡർ എന്നല്ല പറയാം, സ്ത്രീ പുരുഷ തുല്യതയെ കുറിച്ചിട്ടുള്ള ധാരാളം ഡിസ്കഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്, പഠനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്ത്രീകളും ആരോഗ്യവും, സ്ത്രീകളും നിയമവും,
അതേപോലെ സ്ത്രീകളും ഇക്കോണമിയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള, അന്ന് തോമസ് ഐസക്കും നടാദുവരിയും ഒക്കെയുള്ള വളരെ കേരളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽസ് എല്ലാം പങ്കെടുക്കുന്ന വലിയ വർക്ക്ഷോപ്പുകളിലൂടെയാണ് ഞങ്ങളെല്ലാം കടന്നുപോയത്. അപ്പൊ അത് ഞങ്ങളൊക്കെ മാറ്റി. ഞങ്ങളെ കൂടെയുള്ള ആണുങ്ങളെ മാറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതെല്ലാം താപനിലയം എങ്ങനെയാണോ അവർ പഠിച്ചെടുത്തുള്ളത്, താപനിലയത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണോ പഠിച്ചെടുത്തുള്ളത്, അതുപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവർ പഠിച്ചെടുത്തു. അതൊന്നും അവരുടെ ജീവിതത്തിനെ ബാധിച്ചില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനെ ബാധിച്ചു, പെൺകുട്ടികളുടെയൊക്കെ. കാരണം ഞങ്ങളെല്ലാം മാറണം എന്ന് ആഗ്രഹിച്ചു, പഴയതുപോലെ ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ ഞാൻ ആ ഘട്ടത്തിലാണ് ഞാൻ തീരുമാനിക്കുന്നത്, ഞാൻ ഇനി നാടക പ്രവർത്തകയാണ്. കാരണം പരിഷത്തിന്റെ ഈ കലാജാഥയിൽ ഇനി നാടകം ചെയ്യണമെങ്കിൽ അത്യാവശ്യം നാടകം പഠിച്ചു വന്നിട്ട് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ കൽക്കട്ടയിലേക്ക് ജോലി പിന്നെ രാജിവെച്ചിട്ടല്ല, ഞാൻ ലീവ് എടുത്തിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ ആ പഠിക്കാൻ പോകുന്ന ആ മൊമെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാമാരൊക്കെ ഉണ്ട്. അതിൽ ഒരു 2-3 പേര് അന്ന് ലീവിലൊക്കെ ഇരിക്കുവാണ്, വീട്ടിലുണ്ട്. അപ്പൊ തറവാട്ടിൽ നിന്ന് എല്ലാവരും എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കൊണ്ടുവിടാൻ വന്നു. അപ്പം ഈ ഈ പെൺകുട്ടിയുടെ ജീവിതം കഴിഞ്ഞു. ഇനി അവളിൽ നിന്ന് അവള് ഞങ്ങളുടെ കുടുംബത്തിന് ഇനിയൊരു എന്താ പറയുക ചീത്തപ്പേര് ഉണ്ടാക്കുന്ന ഒരാൾ മാത്രമായിട്ടാണ് ആ പെൺകുട്ടിയെ അവർ കാണുന്നത്. അവർക്ക് നോ പറയാൻ വയ്യ. ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് പോവുകയാണ്. ഞാൻ കൽക്കട്ടയിലേക്ക് പോയി. ഒട്ടും എളുപ്പമായിരുന്നില്ല. സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പഠിച്ചത്. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഞാൻ ഇതിൽ പ്രൂവ് ചെയ്യും എന്നുള്ളത്. എനിക്ക് പ്രൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം തിരിച്ച് പ്രൂവ് ചെയ്യാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തകർന്നു പോകും. എൻ്റെ അമ്മ തല താഴ്ത്തേണ്ടി വരും എല്ലാവരുടെയും മുന്നിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല ആ കാലത്ത് ഞാൻ പഠിച്ചത്. ഞാൻ 24 hours പഠിച്ചിട്ടുണ്ട്. നാടകം ചെയ്യാൻ പഠിച്ചു, നാടകം വായിച്ചു. അന്ന് നാഷണൽ ലൈബ്രറിയിൽ, കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറിയിൽ എന്നെ കാണാത്തവരുണ്ടാവില്ല. ആ കാലത്ത് ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് പണിയെടുത്ത് തിരിച്ചു വന്നത്, MA ചെയ്തിട്ട് തിരിച്ചു വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളുള്ള പെൺകുട്ടികളായിരിക്കും. അപ്പം നിർബന്ധമായിട്ടും നമുക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ വർക്ക് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വർക്കിൽ സ്ട്രോങ് ആവുക, കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകം എഴുതിയത്. അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതില് ഞാൻ കടന്നുപോയ എൻ്റെ പേഴ്സണൽ ലൈഫും എല്ലാം ഉണ്ട്. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. എഴുത്താനുഭവങ്ങൾ മാമിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമെന്ന് തോന്നുന്നു. ആ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. സജിത മാമിനോട് തന്നെ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചോദ്യോത്തര സമയമാണ്. സജിത മാമിനോട് സംസാരിക്കാൻ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ മാം. അതായത് പലപ്പോഴും ഒരു എന്നെ ഇതിൽ കുറച്ചും കൂടി ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ ധൈര്യം. അതായത് പല സാഹചര്യങ്ങളിലും എതിർക്കാനുള്ള ധൈര്യം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം, അങ്ങനെ ഒന്ന് അനുഭവപ്പെട്ടു. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു നിമിഷത്തില് ഭയങ്കര ഒരു ധൈര്യം വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ലൈഫിൽ? ഏതെങ്കിലും ഒരു മൊമെന്റിൽ പെട്ടെന്ന് ഭയങ്കര ധൈര്യം വന്നതായിട്ടും അപ്പം മുതൽ, അല്ലെങ്കിൽ അങ്ങനെ ക്ലിയർ കട്ടായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇത്രയും ശക്തി ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ? എനിക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെന്ന് ഒരു മൊമെന്റിലും എനിക്ക് തോന്നിയില്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിപ്പോഴും തോന്നാറില്ല. എനിക്ക് അത്ര വലിയ ആത്മവിശ്വാസം ഒന്നുള്ള ഒരാളുമല്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തില്. അതിന് അതിൻ്റെതായുള്ള റീസൺസും ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാന്
ചില കാര്യങ്ങൾ ശരി. ഇപ്പൊ ഉദാഹരണത്തിന് 1986 പരിഷത്തിന്റെ ഒരു വലിയൊരു വനിതാ ശിബിരത്തിൽ ഞാൻ പങ്കെടുത്തു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശിബിരമായിരുന്നു അത്. അപ്പൊ ഞാന് അന്ന് ആ പരിപാടിക്ക് ഞാൻ പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സാരിയും മാച്ച് ബ്ലൗസും അതേപോലെ പൊട്ട് മാച്ചിങ് ആയിട്ടുള്ള പൊട്ട്, കമ്മൽ, മാല ഒക്കെ ഇട്ടിട്ട് ടിപ്പിക്കൽ ആ കാലത്തെ പെൺകുട്ടികൾ എങ്ങനെയാണോ എന്നുള്ളത് അത് വളരെ ഫാഷനബിൾ ആയിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കാൻ പോണം. അമ്മേന്റെ കൂടെ പോവാണ്. പോയി ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാകെ മാറി. ഞാൻ തീരുമാനം എടുത്തു, ഇല്ല ഇനി നാളെ മുതൽ ഞാന് കമ്മലും പൊട്ടും ഒന്നും ഉപയോഗിക്കുന്നില്ല. സ്വർണ്ണം ഇനി ഉപയോഗിക്കുകയില്ല ജീവിതത്തില്. ഞാനിനി കോട്ടൺ സാരിയൊക്കെ ഉടുത്ത് ഇത്തരം കാര്യങ്ങളല്ല എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്നത്. ഞാൻ വേറൊരാളാണിനി എന്ന് ഞാൻ തീരുമാനിച്ചു. അത് അത് അന്ന് എങ്ങനെയാണ് അതിനുള്ള ധൈര്യം എനിക്ക് വന്നത്? ചിലപ്പം അങ്ങനെ ഒരു വിചാരമില്ലാതെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനിലേക്കൊക്കെ ഞാൻ പോകുന്നതായിരിക്കാം. ആ പ്രായത്തിന്റെ ഒക്കെ ആയിരിക്കാം. പക്ഷെ അത് ഞാൻ 10 വർഷം ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു. 10 വർഷം എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം അതൊരു ഡിസിഷൻ ആയിരുന്നു. കേരളത്തില് ഇതിനെ കുറിച്ചിട്ടുള്ള സ്വർണത്തിനോടുള്ള നമ്മളുടെ അന്ന് കുറേ ഇഷ്യൂസ് ഡവറി ഡെത്തും ഒക്കെ വന്നിരുന്ന കാലത്തിനോടുള്ള ഒരു എതിർപ്പായിരുന്നു ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ പോലെ കുറേ പെൺകുട്ടികൾ അന്ന് അങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവര് സ്വയം അതിനോട് പ്രതികരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിലും മനസ്സിലും ജീവിതചര്യകളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജീവിച്ച കുറേ പെൺകുട്ടികൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുമ്പം ഏറ്റവും നല്ല പ്രായത്തിൽ ഒരു 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഒരു പെൺകുട്ടി അങ്ങനെ ഡിസിഷൻ, ഞാൻ പൊട്ടൊന്നും തൊട്ടില്ല. പൊട്ടൊക്കെ തൊടാൻ തുടങ്ങിയത് കൽക്കട്ടയിൽ പഠിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വലിയ പൊട്ടൊക്കെ തൊടുന്നത്. അതുവരെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. അതൊക്കെ എന്തോ എനിക്ക് ഭയങ്കര ശരിയല്ലാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ആണുങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ നല്ല ഇന്റലിജന്റ് ആയിട്ട് പഠിക്കുകയും സംസാരിക്കുകയും അറിവ് നേടുകയും കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് സ്ത്രീകൾ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അതിനെ അങ്ങനെയല്ല കേട്ടോ കാണുന്നത്. ഓരോ കാലത്തും നമ്മൾ ഓരോ രീതിയിലും നമ്മൾ തന്നെ എന്താ പറയാ മെച്ചപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉരുക്കിയെടുക്കുന്നത് പോലെ മാറിക്കൊണ്ടോ ഇരിക്കും. അന്നത്തെ ശരി അതായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഡിസിഷൻ എടുത്തത് ചിലപ്പം അതായിരിക്കും അവന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. എത്ര ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എടുക്കാന്ന് ചോദിച്ചാൽ അത്ര ധൈര്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അതൊരു അന്നത്തെ മൊത്തത്തിലുള്ള പൊളിറ്റിക്സിലും ഒക്കെ നിൽക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ധൈര്യമാണ്. അത്രേ ഉള്ളൂ അത്. താങ്ക് യു മാം. ഹലോ. ഗുഡ് ഈവനിങ് മാം. ഞാൻ ഹീര ടീച്ചറാണ്. മാമിനോട് സംസാരിച്ചിരുന്നല്ലോ. ലക്ഷ്മി നന്നായി അവതരിപ്പിച്ചു. കുറച്ച് ഭാഷയുടെ പ്രശ്നങ്ങൾ ലക്ഷ്മിനോട് പറഞ്ഞിരുന്നെങ്കിലും വളരെ നന്നായി അവതരിപ്പിച്ചു. മാമിനോട് ഞാൻ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. എന്നാലും ഞാനൊരു പെൺമലയാളം ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാമോ മാം? ഒരു 75 എപ്പിസോഡ് ആദ്യകാല എപ്പിസോഡുകൾ തയ്യാറാക്കിയിരുന്നു എന്ന് പുസ്തകത്തിലുണ്ടല്ലോ. അപ്പൊ അതിൽ എത്രത്തോളം അവര് പ്രക്ഷേപണം ചെയ്തു, പിന്നെ അത് നിർത്തലാവേണ്ടായ ഒരു കാരണം ഒന്ന് പറയാമോ മാം? അത് നിർത്തലായിട്ടില്ല. നമ്മളുടെ കൈരളി TV തുടങ്ങിയ സമയത്താണ് ഞാൻ അതിന്റെ പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പം അതില് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോഗ്രാമിന്റെ പേരായിരുന്നു പെൺമലയാളം. അത് കേരളത്തിലെ സ്ത്രീ ജീവിതത്തിനെ അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററികളെ ബേസ് ചെയ്തിട്ടായിരുന്നു അത് എപ്പിസോഡുകൾ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാ ആഴ്ചയിലും ഒരു എപ്പിസോഡ് എന്നുള്ള നിലയ്ക്ക്. അപ്പം അതെന്ന് പറയുന്നത് അപ്പൊ ഓൾറെഡി ഞാനൊരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു അങ്ങനത്തെ ഒരു ഡോക്യുമെന്ററി ചെയ്തെടുക്കുക എന്നുള്ളത്. അത്ര എളുപ്പമല്ല വേറൊരർത്ഥത്തില്. കാരണം നമ്മൾ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടെ നമ്മളൊരു ഇപ്പം ഉദാഹരണത്തിന് മൂത്രപ്പുരകളെ കുറിച്ച്, കേരളത്തിലെ സ്ത്രീകൾക്ക് മൂത്രപ്പുരകൾ ഉണ്ടോ എന്നൊരു വിഷയമാണ് ഞാൻ ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വീഡിയോസും ആളുകളോട് സംസാരിക്കുന്നു, കുറേ വീഡിയോസ് എടുക്കുന്നു, ഇതെല്ലാം ചെയ്ത് വന്ന് എഡിറ്റ് ചെയ്ത് ഒരാഴ്ചയിൽ ഒരു പ്രോഗ്രാം ചെയ്യണം. നമുക്ക് ഒരു പ്രോഗ്രാം ആയിരിക്കില്ല, നമുക്ക് ഒരേ സമയത്ത് തന്നെ 3ഉം 4ഉം പ്രോഗ്രാമുകൾ പിന്നെ ചാനലിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ 75ഓളം എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരുന്നു കൈരളി TV-യിൽ. ആ സമയത്താണ് എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഒരു അസൈൻമെന്റ് കിട്ടിയിട്ട് ഞാൻ കൈരളി TV വിടുന്നത്. പിന്നെ എൻ്റെ മകനും ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, എൻ്റെ കുടുംബം ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവരവിടെ ആയിരുന്നു. അപ്പം മകനുമായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു, അവൻ്റെ പഠനമൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് കൈരളി TV വിടേണ്ടി വന്നു. ഞാൻ അത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് കൈരളി TV-യിൽ ഈ പ്രോഗ്രാം തുടർന്നു വന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് കുറെ വർഷങ്ങൾ പാർവതി ദേവി ആയിരുന്നു ഈ പ്രോഗ്രാം പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ മാം. മാമിന്റെ ഒരു സാന്നിധ്യം അതെന്തോ ഇടയിൽ വെച്ച് വിട്ടുപോയതാ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, അതായിരുന്നു. അപ്പൊ അതെ 75ഓളം ഞാൻ ആയിരുന്നു. 75 എപ്പിസോഡ് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് അവിടെ കേരളത്തിൽ ഇല്ല. ഞാൻ അതുകൊണ്ട് ഓക്കെ റിസൈൻ മാം. ചെയ്തിട്ട് പോവാണ് ചെയ്തത്. ഓക്കെ മാം. മറ്റൊരു ചെറിയ ചോദ്യം കൂടി. ഇപ്പോൾ ഒരു സിനിമ സംബന്ധമായിട്ടാണ്. അപ്പോൾ ഒരു ഷെൽട്ടർ ഒരു സിനിമ വല്ലാതെ നമ്മളെയൊക്കെ ആകർഷിക്കുകയും പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് ഇപ്പോഴും അത് കണ്ടതിൽ നിന്ന് എന്താ പറയുക, ഇപ്പോഴും ഓരോ എപ്പിസോഡ്സും മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു സിനിമയെക്കുറിച്ച് 1-2 വാക്ക് അതിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ചൊന്ന് പറയാമോ മാം? ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഷട്ടറിനെ കുറിച്ചിട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഷട്ടർ പിന്നെ ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഷട്ടറിന്റെ ഡിസ്കഷൻ നടക്കുന്നത്. ജോയ് മാത്യു എൻ്റെ സുഹൃത്താണ്. ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സൂപ്പർ സീനിയർ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്. എൻ്റെ നാടകങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിലാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അപ്പം തുടക്കത്തിൽ അതൊരു വളരെ ചെറിയൊരു പ്രോജക്റ്റ് ആയിട്ടാണ് അത് വന്നത്. പിന്നീട് അത് വലുതായി വരുമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒഴിവാക്കിക്കോളൂ. കാരണം വെച്ചാൽ അത് വലിയ പ്രോജക്റ്റായി മാറുന്ന സമയത്ത് എപ്പോഴും നല്ലതല്ലേ കുറേയും കൂടി എന്താ പറയാ പോപ്പുലർ ആയിട്ടുള്ള ആരെങ്കിലും വെക്കുന്നത് എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ നളിനി ജമീലയും പിന്നെ എന്താ പറയുക കേരളത്തിലെ സെക്സ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുകയും എൻ്റെ പെൺമലയാളത്തിൽ ഞാൻ അതിനെക്കുറിച്ച് സ്റ്റോറി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല പരിചിതമാണ് അവരുടെ ജീവിതം, അവരുടെ ചേഷ്ടകളും അവരെങ്ങനെയാണ് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക, അതൊക്കെ എനിക്ക് നന്നായിട്ട് പരിചിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നളിനി ചേച്ചീൻ്റെ ഒക്കെ ജീവിതം നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ ഈ തീരുമാനം എന്താ പറയുക ഈ സിനിമ എടുക്കാനുള്ള തീരുമാനത്തിനോടൊപ്പമായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ അഭിനയിക്കുക എന്നുള്ളതൊന്നും എൻ്റെ ഒരു പ്രയോറിറ്റിയിൽ, സിനിമാഭിനയം ഒന്നും എൻ്റെ പ്രയോറിറ്റിയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പിന്നെ അത് അങ്ങോട്ട് സംഭവിച്ചു, അത്രേ ഉള്ളൂ. താങ്ക് യു മാം. മാം, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, ഈ ഒരു ആത്മകഥയിലുടനീളം ഏതൊരു കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്തായാലും, ഇപ്പൊ ഒരു ഉത്സവത്തെ കുറിച്ചായാലും വെളിച്ചപ്പാടിനെ കുറിച്ചായാലും എന്ത് തന്നെ ആയാലും അത് പറയുന്ന സമയത്ത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് ഓരോ കാര്യത്തെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. വർണ്ണിച്ച് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു രംഗം കൃത്യമായി വായനക്കാരെ മനസ്സിലാക്കിയ ശേഷമാണ് അവിടെ നടന്ന കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു ക്രമം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നാടകത്തിനോട് താല്പര്യം ഉള്ളത് കൊണ്ടാണോ എഴുത്തിലും അത്തരത്തിലുള്ള ഒരു രംഗസജ്ജീകരണം കൊണ്ടുവന്നത് എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഈ ചോദ്യത്തിന്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും ഈ ബുക്കിൽ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്, അതിനൊരു ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പം ഞാൻ WCCയെ കുറിച്ച് പറയുമ്പോഴും ഞാൻ പഴയ എനിക്ക് പരിചയമുള്ള ചിന്നയെടുത്തിയെയും ജാനയെടുത്തിയെയും കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ അതിലേക്ക് വരിക. കാരണം ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ പറയുന്നതാ ഇഷ്ടം. കാരണം അത് ചിലപ്പം കഥ പറയാൻ ഇഷ്ടമുള്ളത് കൊണ്ടും കുറച്ച് നാടകീയമായ ഒരു കാര്യത്തിന് അവതരിപ്പിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടൊക്കെയാണ്. ഇപ്പൊ ചിന്നയെടുത്തിയുടെയും ജാനയെടുത്തിയുടെയും കഥ ഞാൻ പറയാൻ കാരണം, ഞാൻ കണ്ടിട്ടുള്ള
രണ്ട് സ്ത്രീ സൗഹൃദം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീ സൗഹൃദം ജാനേടത്തിയും ചിന്നേടത്തിയുമാണ്. പഴയ ഒരു വളരെ എന്താ പറയാ ഒരു ചെറിയൊരു വീട്ടില് വലിയൊരു തൊടിയില് ഒരു ഓലപ്പുരയില് ചിന്നേടത്തിയും ജാനേടത്തിയും താമസിക്കുന്നിടത്തേക്ക് ഞങ്ങളെ കുടുംബമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോവുമായിരുന്നു ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. ശർക്കരയൊക്കെ തരും തിന്നാൻ വേണ്ടി. അന്ന് മധുരം എന്ന് പറയുന്ന ശർക്കരയൊക്കെയാണ്. അപ്പം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പം ചിന്നേടത്തിയും ജാനേടത്തിയും ഭയങ്കര കൂട്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ സ്ത്രീ സൗഹൃദങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോഴൊക്കെ ഒരു ചിന്നേടത്തിനെയും ഒരു ജാനേടത്തിനെയും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കും. ഒരു ചിന്നെ വേണം എനിക്ക്, അല്ലെങ്കിൽ ജാനു വേണം എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ WCCയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ WCCയിലെ സ്ത്രീകൾ തമ്മിലുള്ള കൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ കഥ പറഞ്ഞിട്ടാണ് പറയണത്. അതേപോലെ തന്നെ പലയിടത്തായിട്ട് അത്തരം കഥകൾ വരുന്നുണ്ട്. ഞാന് ജീവിതത്തിലെ ഏറ്റവും ക്രൈസിസിലൂടെ കടന്നു പോയ സന്ദർഭങ്ങളിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. കാരണം ചിരിതയും ഞാനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം ഉണ്ട് ഇതില്. ചിരിത എന്ന് പറയുന്നത് എൻ്റെ വീടിന്റെ അടുത്തുള്ള എൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ, കുടുംബത്തിലെ വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. അപ്പം അവരുടെ ഭർത്താവുമായിട്ടുള്ള അവരുടെ കുറേ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി. അവര് നല്ലോണം ബുദ്ധിമുട്ടി ഡൊമസ്റ്റിക് വയലൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള സ്ത്രീയാണ്. അപ്പം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം ചിരിതയെ ഓർക്കും. ചിരിതയെ ഓർക്കാതെ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ചിരിതയും ഞാനും എന്നാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ. എൻ്റെ വളരെ കുറച്ചേ ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചിരിതയുടെ കഥയിലൂടെയാണ് എൻ്റെ കഥയിലേക്ക് വരുന്നത്. ഒരു പോയിന്റിൽ എനിക്ക് തോന്നും, കണ്ണാടിയിൽ നോക്കുമ്പം ചിരിതയാണോ അപ്പുറത്ത് നിൽക്കണതെന്ന് എനിക്ക് തോന്നും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തുടർച്ചയായിട്ട്, അത് മനഃപൂർവ്വം ഒന്നും അല്ലെങ്കിൽ പോലും ഒരു സാധനം എഴുതുമ്പോൾ എനിക്ക് എന്നെ ജീവിതത്തിൽ കണക്ട് ചെയ്തുള്ള അത്തരം മനുഷ്യരും അത്തരം മൊമെന്റ്സും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ പുസ്തകത്തിലേക്ക് വരുന്നുണ്ട് എന്ന് എനിക്ക് പിന്നീട് ഇതിങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു മാം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിൽ. ഇങ്ങനെയാണെങ്കിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാന് സമയമുണ്ടോന്ന് അറിയില്ല, ഞാനൊരു ചെറിയൊരു പോർഷൻ വായിക്കട്ടെ എൻ്റെ ബുക്കിന്ന്. ഞാന് ചിരിതയും ഞാനും എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചെറിയൊരു പോർഷനാണ്. എങ്ങനെയാണ് ഞാൻ ചിരിതയുടെ ജീവിതത്തിനെ എൻ്റെ ജീവിതമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം. അപ്പൊ ചിരിതനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ചിരിത നന്നായി പാട്ട് പാടും. അപ്പൊ രാമൻ എന്ന് പറയുന്നത് ചിരിതയുടെ ഭർത്താവാണ്. അവർ രണ്ടുപേരും ദളിത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. നമ്മളെ കുടുംബത്തിന്റെ പറമ്പിൽ തന്നെയാണ് അവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്, അവർ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള, പക്ഷെ രാമൻ ഭീകരമായിട്ട് അവരെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഓരോ പാട്ട് സേവയ്ക്ക് ശേഷം രാമൻ അവളെ അടിച്ചു നിലംപരിശാക്കും. ഒരാചാരം പോലെ അത് തുടർന്നു. രാമൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, അധ്വാനിയാണ്, ഉപകാരിയാണ്. അയാളെ വലിയ മുത്തശ്ശനും മുത്തശ്ശിയും തള്ളിപ്പറഞ്ഞില്ല. ചിരിതയും പുറംപണികളിൽ മിടുക്കിയായിരുന്നു. പക്ഷെ ചിരിതയ്ക്ക് ബാധയാണെന്ന കഥയും അവളുടെ ആട്ടം നിലത്തുറയ്ക്കാതെയാണെന്നുള്ളതും പുരോഗമന ചിന്താഗതിക്കാരനായ ഗോവിന്ദൻ മാമ പോലും വിശ്വസിച്ചു. ചിരിതയെ കുടിൽ നിന്ന് ഇറക്കി വിട്ടു. അല്ലെങ്കിൽ അവൾ സ്വയം ഇറങ്ങി മുറ്റത്തെ പാറക്കല്ലിനോട് ചേർന്ന് പായ വിരിച്ച് കിടപ്പാരംഭിച്ചു. മകൾ വള്ളി അവളുടെ കുടിയിലേക്ക് ചിരിതയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഉടുവസ്ത്രവും കീറപ്പായയും ചീത്തപ്പേരും മാത്രമേ അവൾക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. മരുന്ന് വാങ്ങാൻ കാശില്ലെങ്കിലും അവിടെയും അവൾ പാട്ട് തുടർന്നു. അവൾക്ക് ചുറ്റും കേൾവിക്കാരുണ്ടായി. പിന്നെ ഒരു ദിവസം തൻ്റെ പാട്ടും ആട്ടവുമായി സ്വതന്ത്രമായ മറ്റൊരു ലോകത്തേക്ക് അവൾ യാത്ര പറഞ്ഞു പോയി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ചിരിതയും രാമനും ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ രാമൻ വല്യേട്ടൻ എന്ന സിനിമയുടെ രൂപത്തിലാണ് വന്നത്. ദില്ലി ഫ്ലാറ്റിലെ ഒരു വൈകുന്നേരം കൈരളി TV-യിൽ ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അസ്വസ്ഥമായ ഒരു പകലിനു ശേഷം ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വല്യേട്ടൻ കാരണമൊന്നുമില്ലാതെ ക്രോധാകുലനായി ടിവിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഒരു ചുമരിൽ നിന്ന് തട്ടിത്തെറിച്ച് മറ്റൊരു ചുമരിലേക്കും പിന്നെ നിലത്തേക്കും എടുത്തെറിയപ്പെട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. നിലത്തു വീണ ഞാൻ തലയുയർത്തി നോക്കുമ്പോൾ വല്യേട്ടന്റെ ഉറച്ച കാലുകളാണ് കാണാൻ കഴിഞ്ഞത്. ഇത്തരം സന്ദർഭങ്ങളിൽ കണ്ണുകളിലേക്ക് നോക്കാൻ പേടി തോന്നണം എന്നതിന്റെ കാരണം അന്നെനിക്ക് മനസ്സിലായി. കണ്ണുകൾ കോർത്താൽ അടുത്ത അടി വീണേക്കാം. രാമൻ ഇവിടെ ശാന്തസ്വരൂപിയല്ലായിരുന്നു. അക്കാലത്ത് കണ്ണാടിയിൽ കരഞ്ഞു വീങ്ങിയ അടികൊണ്ട നീലിച്ച ചിരുതയുടെ മുഖം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നു. വല്യമുത്തശ്ശനെയും മുത്തശ്ശിയെയും പുരോഗമന ചിന്താഗതിക്കാരനാണെന്ന് അറിയപ്പെടുന്ന ഗോവിന്ദമാവയെയും ഞാൻ ആ പരിസരത്തൊന്നും കണ്ടതുമില്ല. ചിരുത നല്ല പെണ്ണല്ല എന്ന രാമന്റെ വാദം രാമനു ചുറ്റുമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെയാണ് ഞാനത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ കഥ പറയുന്നതാ ഇഷ്ടം, ജീവിതം പറയുന്നതാ ഇഷ്ടം. അത് ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാന് ഇങ്ങനെ എന്താ പറയാ, എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് നമ്മൾ ചോദിക്കില്ലേ, ഇന്നെന്താ സ്കൂളിൽ എന്താ ഉണ്ടായേ, എന്തൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ. അപ്പൊ കുട്ടികൾ പറഞ്ഞു പഠിക്കും. ഓക്കെ, ഇന്ന് ഞാൻ സ്കൂളിൽ പോയപ്പോ ഇന്നത് ഉണ്ടായി, പെൻസിൽ പൊട്ടിച്ചു, അല്ലെങ്കിൽ അതുണ്ടായി ഇതുണ്ടായി, ടീച്ചർ ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും. അങ്ങനെ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കണം എന്നാണല്ലോ. അങ്ങനെയാണല്ലോ കുട്ടികളെ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ അത് പറയാൻ വേണ്ടി. ഞാൻ വളരുന്ന സാഹചര്യത്തിൽ എന്നോട് അങ്ങനെയൊന്നും ചോദിക്കുക ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനതെല്ലാം ഇങ്ങനെ എനിക്കത് പറയാനും അറിയില്ല. അങ്ങനെ ചോദിക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ ഞാനിതെല്ലാം കഥകളായിട്ടാണ് മനസ്സിലാക്കുകയും പറയുകയും ഒക്കെ ചെയ്ത്. അപ്പൊ ഞാൻ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പം അതിലൊരു കഥയുണ്ടാവും. എനിക്ക് ബ്രെയിൻ ട്യൂമർ ആയ സമയത്ത് എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയത് തന്നെയാണ്. ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു തന്നു. ഒന്ന് തിരിച്ചു പറയാൻ പറഞ്ഞു കഥ കേട്ടിട്ട്. ഞാൻ പറഞ്ഞ കഥ കേട്ടിട്ട് സത്യം പറഞ്ഞ ഡോക്ടർ ഞെട്ടിപ്പോയി. ഡോക്ടർ ചോദിച്ചു, ഇങ്ങനെ തന്നെയാണോ ജീവിതത്തിൽ എപ്പോഴും പറയാ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് പറയാ. അപ്പൊ ഈ കഥ ഞാൻ എൻ്റെ ജീവിതത്തിന്, ഒരു സംഭവത്തിനെ, എൻ്റെ കൂടെയുള്ള മനുഷ്യരെയൊക്കെ തന്നെ ഒരു കഥയിലൂടെ, ഞാൻ കാണുന്ന ഒരു നിറത്തിലൂടെ ഒക്കെ ആയിരിക്കും ഞാനത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. മാം, ഇതിനോട് ചേർത്തൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഇവിടെ ഒരു 1.5 കൊടുക്കാറായോ എന്നുള്ളൊരു ചാപ്റ്ററിൽ മാം പറയുന്നുണ്ടല്ലോ. അവിടെ ഇങ്ങനെ പെയിൻ നോക്കാനായിട്ട് എല്ലാവരും നിരനിരയായിട്ട് ഇരുന്ന് ഏറ്റവും മുന്നില് മാം ഇരുന്നിട്ട്, അപ്പൊ അവിടെ ഒരു കഥ പറച്ചിലിന്റെ ഒരു കാല പറയുന്നുണ്ടല്ലോ. യഷ്ണി, കുന്നായി, അസൂയ എന്നീ ഗണത്തിൽ പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പലരും അതിനെ. അപ്പൊ അന്ന് കേട്ടിട്ടുള്ള അങ്ങനെയുള്ള കഥകളൊക്കെ എത്രത്തോളം ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാമോ? ഒന്നെന്ത് വെച്ചാല് അന്നത്തെ അതൊരു കഥകളൊന്നും അല്ല. കഥകൾ എന്ന് വെച്ചാൽ മനുഷ്യരെ കുറിച്ചിട്ടുള്ള അതാത് കാലത്തെ ജിജ്ഞാസകൾ. അപ്പൊ ഉദാഹരണത്തിന് ഇതില് ബ്രാ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പരിചയമുള്ള തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ PSC ഓഫീസിൽ ജോലി കിട്ടുകയും അവര് ജോലിക്ക് പോകുന്ന സമയത്ത് ബ്രാ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമാണ് അന്ന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് എങ്ങനെയായിരുന്നു അന്നത്തെ മനുഷ്യർ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര, എന്താ പറയാ, അതിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. മനുഷ്യർ ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് പകുതിയൊന്നും നമുക്ക് മനസ്സിലാവില്ല. ആ പ്രായത്തിൽ പല കാര്യങ്ങളും ഇവര് സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല ഡിസ്കഷൻസും സ്ത്രീകൾ നടത്തും ഓപ്പൺ ആയിട്ട് തന്നെ. പക്ഷെ അതൊന്നും തന്നെ ആ പ്രായത്തിൽ ഒട്ടും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നീട് നമ്മളെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അത് കണക്ട് ചെയ്യുക. ഓക്കെ, അവരന്ന് പറഞ്ഞത് അങ്ങനെയാണ് അവരത് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവുക. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ കാലത്ത് ആ ചാപ്റ്ററിൽ ഞാൻ പ്രധാനമായിട്ടും സ്വന്തം നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ടുള്ള, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും കേരളത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. വസ്ത്രധാരണത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ സങ്കല്പത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്.
ഈ മാറ്റങ്ങൾ 50 വർഷം എന്ന് പറയുന്നത് വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഇപ്പം പെൺകുട്ടികൾ വിചാരിക്കേണ്ടാവും നിങ്ങളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വളരെ സ്വാഭാവികമായും എത്ര വർഷങ്ങളായിട്ട് ഉണ്ടെന്നാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തില്. 50 വർഷം മുന്നേ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് അല്ലാതെ സാനിറ്ററി നാപ്കിൻ എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നുള്ളത് നമ്മള് സത്യസന്ധമായിട്ട് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നു കേരളം. ഞാൻ ഇതിൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പോലും ബ്രാൻഡ് പരസ്യങ്ങൾ കണ്ടിട്ടില്ല. ബ്രാ പോയി വാങ്ങിക്കാൻ, അടിവസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഒരു ഷോപ്പിൽ പോയി അത് വാങ്ങിക്കുക എന്നുള്ളത്. ഇതൊക്കെ തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ പബ്ലിസിറ്റി, ഇത്തരം കാര്യങ്ങൾക്ക് പരസ്യമില്ലായിരുന്നു. ഇപ്പൊ വി സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പിന്നെ കമ്പനി നടത്തുന്ന സ്ത്രീ അവർ തുടങ്ങിയ സമയത്ത് ഇതിന്റെയൊക്കെ പരസ്യം അണ്ടർ ഗാർമെന്റ്സിന്റെ ഒക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പം പല പത്രങ്ങളും കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ ഇങ്ങനെയാണ് കേരളത്തിലും ആ മാറ്റത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതും കൂടി രേഖപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ ചാപ്റ്റർ എഴുതിയത്. അത് കഥകൾ എന്നതിന്റെ അപ്പുറത്തായി അതൊക്കെ തന്നെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഞാൻ ആ കാലത്ത് നോക്കിക്കണ്ടത് എന്നുള്ളത് പറയുക എന്നുള്ളതാണ്. തമാശ പറയട്ടെ, ഈ തലയിലെ പേന്നോട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നുണ്ട്, ഇപ്പൊ എനിക്ക് വരുന്ന റീൽസ് എല്ലാം പേന്നോട്ടവുമായി ബന്ധപ്പെട്ട റീൽസ് ആണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, മാം കൽക്കട്ടയിൽ താമസിച്ചിരുന്ന സമയത്ത് ഒരു ഫിലോമിന ആന്റിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും പിന്നീട് ആന്റി മരിച്ചപ്പോൾ മാമിന് പോവാൻ പറ്റിയില്ല എന്ന് വായിച്ചിരുന്നു. അപ്പോ മാം അതിന് ശേഷം എപ്പോഴെങ്കിലും പോയിരുന്നോ? ഞാൻ അവരുടെ മക്കളെയൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൽക്കട്ടയിലേക്ക് പിന്നെ പോയിട്ടേ ഇല്ല. ഇനി പോണം, എനിക്ക് അവരെ ഒന്ന് പോയി അവരുടെ സെമിത്തേരിയിലൊക്കെ പോകണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സ്ത്രീയാണ്. അപ്പം ഞാൻ വീടൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് വെക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്യൂറേറ്റ് ചെയ്യും സാധനങ്ങൾ. ഞാൻ ഏത് സ്ഥലത്ത് ഇന്ത്യയിലെ, ലോകത്തിന്റെ എവിടെ പോയാലും, ഇന്ത്യയിൽ എല്ലായിടത്ത് പോയാലും ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ വീട്ടിലേക്ക് ഒരു മാസ്ക് മേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻ്റെ വീടിനെ ബ്യൂട്ടിഫൈ ചെയ്യാവുന്ന എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്. ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയത് ഈ ഫിലോമിന ആന്റിയുടെ അടുത്ത് നിന്നാണ്. കാരണം ഫിലോമിന ആന്റി എന്ന് പറയുന്നത്, ആന്റി ഒരു അങ്ങനെ ഭയങ്കര സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലൊന്നും ജീവിക്കുന്ന ആളായിരുന്നില്ല. പക്ഷെ എനിക്ക് അറിയാത്ത കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. വീടിനെ ഭംഗിയാക്കി വെക്കുക, അതിനെ സ്നേഹിക്കുക, അതിൽ ഓരോ സാധനങ്ങൾക്കും അത് ഭംഗിയായിട്ട് വെക്കണം എന്നുള്ളതൊന്നും ഞാൻ ഒരു വളരെ ടിപ്പിക്കൽ ഒരു നായർ തറവാട്ടിന്റെ അകത്ത് വളർന്ന ആളാണ്. അവിടെ നൂറുകണക്കിന് പിന്നെ ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും തന്നെ ഭംഗിയാക്കി വെക്കുക എന്നുള്ളതിനുള്ള സങ്കല്പം വേറൊന്നാണ്. അവിടെ ഇതെല്ലാം ഓൾറെഡി ഉണ്ട്, നല്ല ഭംഗിയുള്ള ഫർണിച്ചറുകളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് തന്നെ അറിയില്ല അത് ഭംഗിയുള്ളതാന്നുള്ളത്. അതിന് ആ രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നു പോലുമില്ല. പക്ഷെ ആന്റിയാണ് ചിലപ്പോൾ ചെറിയ കുടുംബം 2-3 കാര്യങ്ങളുണ്ടാവും. ആന്റി ഒരു ന്യൂക്ലിയർ കുടുംബത്തിനകത്ത് ജീവിച്ച് വലുതായിട്ടുള്ള ഒരാളാണ്. അവരെ കുറിച്ച് വേറൊരു വലിയ കഥയുണ്ടായിരുന്നു, നോവൽ എഴുതണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് മെട്രോ സിറ്റി നൽകിയിട്ടുള്ള കുറെ പാഠങ്ങളായിരിക്കും. പിന്നെ ആന്റി കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഇതെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു കർത്തൃത്വ രൂപമാണ് അവര് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതായിരിക്കാം അവർക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക. എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ആന്റി എന്ന് പറയുന്നത്. ഓക്കെ മാം. മാം, പിന്നെ മാമിന്റെ എഴുത്തിൽ നിന്ന് മാമിന് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നി. അപ്പോ മാമിന് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം, എങ്ങോട്ടെങ്കിലും സ്പെസിഫിക് ആയിട്ട് പോവാൻ താല്പര്യമുണ്ടോ?
ഞാൻ അങ്ങനെ യാത്ര ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളല്ല കേട്ടോ. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്റെ പുസ്തകത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ അങ്ങനെ ഭയങ്കര യാത്ര ചെയ്തേ അടങ്ങും. കാരണം അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ പല സുഹൃത്തുക്കളും ഉണ്ട്. അവർക്ക് ഒരാഴ്ച എവിടെയും ഒരു മാസത്തിൽ ഒരിക്കൽ എവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുന്ന കുറേ പേരെ എനിക്കറിയാം. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാൻ മിക്കവാറും യാത്രകൾ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും കാരണവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലാതെ ഇപ്പൊ എന്നാ ശരി മലേഷ്യ വരെ ഒന്ന് പോയിട്ട് വരാം, വിസിറ്റ് ചെയ്യാം, അങ്ങനെ ഞാൻ പോയിട്ടില്ല എവിടെയും. ഞാൻ എപ്പോഴും പോയിട്ടുള്ളത്, ഞാനത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്. ഞാൻ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും റീസൺ, ഇപ്പൊ ഞാൻ UK ഇപ്പൊ ഇവിടേക്ക് വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് എന്റെ മകൻ ഇവിടെ ഉണ്ട്, അവനെ വിസിറ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാനൊന്ന് UK കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും വരില്ല. അങ്ങനെയുള്ള ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വെറുതെ വീട്ടിലിരിക്കാനാണ്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. യാത്ര ചെയ്യുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ ധാരാളം യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല പല കാര്യങ്ങൾക്കും. പക്ഷേ ഇനിയിപ്പോ അടുത്ത മാസം എനിക്ക് ഷാർജ ബുക്ക് ഫെയറിൽ പോകണം. എന്റെ പുസ്തകത്തിന്റെ റിലീസ് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട് അടുത്ത മാസം തന്നെ. അപ്പം യാത്രകളുണ്ട്, നിറയെ യാത്രകളുണ്ട്, ഞാൻ യാത്ര ചെയ്യാറുമുണ്ട്. പക്ഷേ അതാണോ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാത്ര ചെയ്യുന്നത്, ഭയങ്കര എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞല്ല. ഓക്കെ മാം. ഹലോ മാം, എനിക്ക് ചോദിക്കാനുള്ളത് മതിലുകളില്ലാത്ത മാളികപ്പറമ്പ് എന്ന് പറഞ്ഞൊരു അധ്യായത്തിൽ മാം പറയുന്നുണ്ട് ആത്മവിശ്വാസക്കുറവ് അന്നും ഇന്നും ഉണ്ട് എന്നാണ്. പക്ഷെ മാമിന്റെ സംസാരം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ അറിയുമ്പോഴോ നമുക്ക് അതങ്ങനെ വിശ്വസിക്കാനോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണേ ഇല്ല. അപ്പോ ഈ ഉള്ളിൽ ഒരു തീജ്വാല അല്ലെങ്കിൽ ഉള്ളിൽ അത്രയും കഴിവുണ്ടായിട്ടും ഇതുപോലെ ആത്മവിശ്വാസക്കുറവുള്ളവരോട് മാമിന് എന്താ പറയാനുള്ളത്, ഒരു ഉപദേശമോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് പറയും. എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ആളുകൾക്കൊരു ഇംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയ വിജയമല്ലേ. ആദ്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഇംപ്രഷൻ കൊടുക്കുക, നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ട് ഇല്ലെങ്കിൽ പോലും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ആത്മവിശ്വാസം ഇല്ലായ്മയുണ്ട് എന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ ഞാൻ പറയാം. ഇപ്പം എൻ്റെ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എന്താ പറയാ, അത്യാവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് വേണ്ട കോൺഫിഡൻസ് എനിക്കില്ല. അങ്ങനെ കമ്പാരിറ്റീവ്ലി ആട്ടോ ഞാൻ പറയണത്. ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ പറയുവാണ്, ഇപ്പൊ ഈ പരിപാടിക്ക് തന്നെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ 100 വട്ടം എങ്ങനെ എക്സ്ക്യൂസസ് പറയാമെന്നുള്ളത് ആലോചിക്കും ആദ്യം. എന്നിട്ട് പിന്നെ പിന്നെ നിവൃത്തിയില്ലെങ്കിൽ എന്നാ ശരി, എന്നാ വരാം എന്ന് പറയും. അല്ലാതെ സ്വാഭാവികമായിട്ടെന്നാ ശരി ഞാൻ അതിൽ പങ്കെടുക്കും എന്ന് ഞാൻ വിചാരിക്കില്ല. അതിൽ ആദ്യം ഞാൻ എക്സ്ക്യൂസ് കണ്ടെത്തുക ചെയ്യാം. മിണ്ടാതെ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ഞാൻ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട്. അവസാനം എന്തെങ്കിലും പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചോദിക്കുന്നത് വിനയം കൊണ്ടൊന്നുമല്ല, എൻ്റെ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് തന്നെയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊരു കാര്യം. ഇപ്പം എനിക്കൊരു മൈക്ക് തന്നിട്ട് എന്തെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് അവിടെ നിൽക്കുന്ന എല്ലാവരെക്കാട്ടും ചിലപ്പോൾ ആ കാര്യത്തിൽ നല്ല ധാരണയുണ്ടാവുമായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം എനിക്ക് അത് പറയാൻ പറ്റില്ല. ഞാനത് പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ എൻ്റെ പല സുഹൃത്തുക്കളും സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്കറിയാലോ അവർക്ക് ആ കാര്യത്തിനെ കുറിച്ച് എത്രമാത്രം ധാരണയുണ്ടെന്ന്. അതൊരു വേറൊരു കഴിവാണ്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വേറൊരു കഴിവാണ്. അത്തരം ആത്മവിശ്വാസങ്ങൾ എനിക്ക് ഇല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേ ഞാൻ സംസാരിക്കുള്ളൂ. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പരമാവധി മനുഷ്യരുടെ അടുത്തേക്ക് പോവാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുക. പക്ഷെ എൻ്റെ ജോലി കൊണ്ടും ഞാൻ പ്രവർത്തിക്കുന്ന മേഖല കൊണ്ടും എനിക്ക് മനുഷ്യരോട് ഇടപെട്ടിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും വെറുതെ വീട്ടിലിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതൊരു വലിയ കാര്യം. കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു വലിയ കാര്യമല്ല. കോൺഫിഡൻസ് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ചെയ്തിട്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും എന്ന് തീരുമാനമെടുത്ത് നമ്മൾ ചെയ്ത് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം,
ഒന്നിൽ മാസ്റ്റർ ചെയ്യുക. നമ്മൾക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം നാടകത്തിനെ കുറിച്ച് പറഞ്ഞാൽ, അഭിനയത്തിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് വേണമെങ്കിൽ സംസാരിക്കും. കാരണം അത് എനിക്ക് മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അങ്ങനെയുള്ള 1-2 ഏരിയാസ് എങ്കിലും നമുക്ക് ഉണ്ടാവുക. അപ്പം എന്താ വെച്ചാൽ മറ്റു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാമോ, സോറി എനിക്കത് പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല എന്ന് പറയാം. അപ്പം പക്ഷെ അവർക്ക് അറിയാം നിങ്ങൾക്ക് മറ്റേ കാര്യത്തിൽ വളരെ കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ അതിൽ മാസ്റ്റർ ആണ് എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമുക്ക് അതിന്റെ മുകളിൽ നമ്മളുടെ മുകളിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മള് റിലേഷൻഷിപ്പുകളും ഇമോഷൻസും ഒക്കെ ഓക്കെയാണ്, അതൊക്കെ നിങ്ങൾ കൊണ്ട് നടന്നോളൂ. പക്ഷെ അതല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളുടെ വർക്ക് തന്നെയാണ് അത്. നിങ്ങളുടെ പഠനമാണെങ്കിൽ പഠനം, നിങ്ങളുടെ ജോലിയാണെങ്കിൽ ജോലി, അല്ലെങ്കിൽ മറ്റൊന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ഒരു 100% അതിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുള്ളൂ. വേറെ ഒന്നും നമ്മളെ എത്തിക്കില്ല. ഒരു മനുഷ്യനും നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഞാൻ സീരിയസ്ലി പറയുവാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ മറ്റേതാണ്, അല്ലെങ്കിൽ കുടുംബം, ഇതൊന്നും ഉണ്ടാവില്ല. ബേസിക്കലി നിങ്ങളുടെ വർക്ക് തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു സോ മച്ച് മാം. ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ഹലോ പറയൂ ഹലോ പറയൂ. ആ ഓക്കെ. കോളേജിലെ പ്രിൻസിപ്പലാണ്, ടീച്ചറാണ്. മാമിനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കോൾ- വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ മാം പങ്കെടുക്കുകയും വളരെ നല്ല ഒരു സംസാരം ഞങ്ങൾക്കായി കാഴ്ചവെക്കുകയും ഞങ്ങളോട് സംവദിക്കുകയും ഒക്കെ ചെയ്തത്. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ഒക്കെ തന്നതിനൊക്കെ വളരെ സന്തോഷം. ഒരു സ്ത്രീ എന്ന നിലയിൽ എങ്ങനെ വിജയിക്കണം, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നൊക്കെ, പ്രത്യേകിച്ചും കുട്ടികൾ, വനിതകളാണ് നമ്മുടെ കോളേജിന്റെ അധികവും കുട്ടികൾ, അവർക്ക് നല്ലൊരു പ്രചോദനം നൽകുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു. മാമിന്റെ പുസ്തക നിരൂപണം അവതരിപ്പിച്ച ലക്ഷ്മിയും വളരെ നന്നായി തന്നെ അവതരിപ്പിച്ചു. ഒത്തിരി ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് കോളേജിന്റെ ഈ അവസരത്തിൽ. താങ്ക് യു മാം. താങ്ക് യു ലക്ഷ്മി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ട് അവസാനിപ്പിക്കാവേ. അതായത് നിങ്ങളെല്ലാവരും പുസ്തകം വായിച്ചവരെല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും കൂടി ഒന്ന് എഴുതിയിട്ടാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം കൂടുതൽ ആളുകൾ പുസ്തകം വായിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളത് ചെയ്യണം. കാരണം നമ്മൾ വേറെ രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും ഇതിന് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വായനക്കാരാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മറ്റുള്ളവർ അത് വായിക്കണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു നോട്ട് നിങ്ങൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിടണം എന്നുകൂടി ഞാൻ പറയാം കേട്ടോ. നമസ്കാരം മാഡം, ഞാൻ കൃഷ്ണകുമാർ മാഷാണ്. നമ്മുടെ ജിജോയ് രാജഗോപാൽ വഴിയാണ് എനിക്ക് മാമിനെ കണക്ട് ചെയ്യാൻ പറ്റിയത്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. ആ ഒരു നന്ദി ആദ്യമേ പറയുകയാണ് കേട്ടോ. പിന്നെ മാം ഇങ്ങനെ വന്ന് സംസാരിക്കുമോ എന്നത് സംശയമായിരുന്നു. പറഞ്ഞ മാതിരി മാം തന്നെ ആദ്യം തന്നെ വേണ്ട വേണ്ട എന്നിങ്ങനെ പറയുന്ന പോലെ തോന്നി. എന്തായാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ പങ്കെടുക്കുക വഴി ഈ പുസ്തകത്തെയും സജിത മാമിനെയും കൂടുതൽ അടുത്തറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ്. ഒരു കോഫി ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ച ഒരു പ്രതീതിയായിരുന്നു. ഈ പുസ്തകം തീർച്ചയായിട്ടും നിരവധി പതിപ്പുകൾ ഇറങ്ങും, നിരവധി വായനക്കാരുണ്ടാകും എന്നതിൽ ഒരു സംശയവും ആവശ്യമില്ല. കാരണം അത് ഇനി വായിക്കപ്പെടാൻ പോവുകയാണ്. ഇപ്പൊ ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടൊരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം. അപ്പൊ അത് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഓരോരുത്തരും വായിക്കേണ്ട പുസ്തകമാണെന്നാണ്. അതുപോലെ നമ്മുടെ തുടരും സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും പ്രസിദ്ധ ഫോട്ടോഗ്രാഫറും ആയിട്ടുള്ള KR സുനിലിന്റെ വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും, ആ പുസ്തകവും ധാരാളം വായിക്കപ്പെടുന്നുണ്ട്. യാത്ര ചെയ്യുന്ന ഓരോരുത്തരും വായിക്കേണ്ട പുസ്തകമാണ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഓരോരുത്തരും വായിക്കേണ്ട പുസ്തകമാണെന്ന് പറയുന്ന പോലെ
സജിത മഠത്തിലിൻ്റെ വെള്ളി വെളിച്ചവും വെയിൽനാളങ്ങളും എന്ന പുസ്തകം മലയാളം അറിയാവുന്ന ഓരോ പെണ്ണും വായിച്ചിരിക്കേണ്ട പുസ്തകമായിട്ടാണ് തോന്നിയത്. ഞാനിത് തൃശ്ശൂർ DC ബുക്സ് എന്നാണ് എനിക്കിത് ആദ്യം കിട്ടിയത്. രണ്ടാമത്തെ അങ്ങോട്ട് പതിപ്പായിരുന്നു തോന്നുന്നത്. അത് വായിച്ചപ്പോൾ തുറക്കുമ്പോൾ ഒരു ഭയപ്പാടോട് കൂടിയിട്ടാണ് ഉള്ളത്, സത്യം തുറന്നു പറയാലോ. മാം കുറച്ചൊരു ബോൾഡും കുറച്ച് തീവ്രമായിട്ടുള്ളൊരു ഇടപെടലുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ പുസ്തകം നിറയെ അത്തരം കാര്യങ്ങളാകുമോ എന്നുള്ള ഒരു ഇതിലാണ് തുറന്നത്. പക്ഷെ ഓരോ അധ്യായവും അതിൽ ആമുഖം വായിച്ചപ്പോൾ തന്നെ ഉണ്ടക്കണ്ണിയുടെ കഥയൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമ്മളവിടെ ശരിക്കും ഫ്ലാറ്റായി. അടുത്ത ഇതിൽ അച്ഛൻ്റെ ആത്മഹത്യയെക്കുറിച്ചും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും അത് നമ്മളെ വായിക്കുന്ന ആളെ അവസാന പേജ് വരെ 225 പേജ് അങ്ങോട്ടുണ്ടെന്നാണ് ഓർമ്മ. അത് ആ പേജ് ഉടനീളം വായിപ്പിക്കുന്ന അത്രയും ലാളിത്യവും അതേസമയം അനുഭവ സാന്ദ്രതയുള്ള ഒരു പുസ്തകമാണ്. ഓരോന്നും നേരത്തെ ആദിത്യ ഷാജി പറഞ്ഞ പോലെ അതൊരു ഭയങ്കര നാടകീയതയോടു കൂടിയും കഥ പറച്ചിലിൻ്റെ ആ കഴിവ് തന്നെയാണ്. വളരെ സിനിമാറ്റിക് ആയിട്ട് മലയാളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് ആത്മകഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളി വെളിച്ചവും വെയിൽനാളങ്ങളാണെന്ന് ഉത്തരം പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകം നല്ലവണ്ണം വായിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓരോ പെൺകുട്ടിക്കും ഓരോ പെണ്ണിനും സമ്മാനമായി കൊടുക്കാവുന്ന ഒരു പുസ്തകമായിട്ടും ഇത് തോന്നി. എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ഗൂഗിൾ മാപ്പ് പോലെ ഒരു പാഠങ്ങളാണ് ഓരോ അധ്യായം. അതിലത്ര ഈ പറഞ്ഞ പോലെ ഒരു തീവ്രതയേക്കാൾ വളരെ സൗമ്യമായിട്ടാണ് ആ വാക്കുകളും വാക്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ ഈ ടൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. വായിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളി വെളിച്ചത്തിൽ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതം അടുത്തറിയുമ്പോൾ നിറയെ വെയിൽനാളങ്ങളാണ് എന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ലക്ഷ്മിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ ഈ ലക്ഷ്മി തന്നെ മാമിൻ്റെ പുസ്തകത്തിന് ഒരു പ്രാക്ടിക്കൽ ഒരു സ്പെസിമെൻ ആയിട്ട് പറയാവുന്നതാണ്. കാരണം ലക്ഷ്മി ആദ്യമായിട്ടാണ് ഒരു പുസ്തകം അവതരിപ്പിക്കുന്നത്. ലക്ഷ്മിക്ക് മലയാളം വലിയ വശവുമില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. അപ്പം ലക്ഷ്മി വിജയന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പുസ്തകം ഒരാളെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ളതിനും ഒരു ഉദാഹരണമായിട്ട് ഇന്നത്തെ ലക്ഷ്മിയെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ മോഡറേറ്റർ സമാഹി നന്നായി നല്ല രീതിയിൽ മോഡറേറ്റർ സ്ഥാനം നിർവഹിച്ചു. സ്വാഗതം പറഞ്ഞ സ്നേഹ, ഇനി നന്ദി പറയാൻ പോകുന്ന ശ്രുതിക്കും മുൻകൂറൊന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടൊരു സിനിമാറ്റിക് റൈറ്റിംഗ് സ്റ്റൈലും ഉണ്ട്. അത് ആരെയും പിടിച്ചിരുത്തുന്ന ഇത് ഞാൻ തന്നെ ഇപ്പോൾ ഒരു 5 കോപ്പി വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് പലർക്കായിട്ട് സമ്മാനം കൊടുക്കാനായിട്ട്. ഉറപ്പായിട്ട് ഇത് നിരവധി പതിപ്പുകൾ ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കുഞ്ഞുനാളുകളിലെ ബാല്യകാലത്തിലെ ആ വിവരണങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ വലിയ നിറങ്ങളും വർണ്ണങ്ങളും ശബ്ദങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല പ്രകാശമാണ് ഓരോ അധ്യായം തരുന്നത്. ശരിക്കും അത്രയും പ്രകാശം തരുന്നുണ്ട്. ആത്മകഥ എന്നതിനപ്പുറം ശരിക്കും നേരത്തെ ആരോ പറയുകയുണ്ടായി, ഇതൊരു മോട്ടിവേഷണൽ ബുക്കാണ്. മോട്ടിവേഷനാണ് ശരിക്കും ഇത് തരുന്നത്. സ്ത്രീ ശാക്തീകരണ ചിന്ത മാത്രമല്ല, ശരിക്കും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ അന്തരീക്ഷങ്ങളും എങ്ങനെ നമ്മൾ മറികടക്കണം അല്ലെങ്കിൽ ധൈര്യപ്പെടണം എന്നൊക്കെ ഉള്ളൊരു ആശയം ശരിക്കും തരുന്നുണ്ട്. പിന്നെ ഇത് പറയുന്നത് മുഴുവൻ നുണയാണെന്നൊക്കെ തോന്നുന്നു. അതായത് ആത്മവിശ്വാസം ഇല്ല എന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് നുണയായിട്ട് തോന്നുകയാണ്. ഇത്രയും നമ്മളൊക്കെ ബോൾഡായിട്ട് കാണുന്ന ഒരു ആക്ടറും ഒരു സ്ത്രീയും ഒരു മനുഷ്യജീവിയൊക്കെ ആയിട്ടുള്ള അങ്ങയുടെ വ്യക്തികളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജിജോയോട് പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിച്ചതിൽ. ഞങ്ങളുടെ കോളേജിലെ ഓരോ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നവർക്ക് പിന്നെയും വലിയ പ്രകാശങ്ങളും എക്സ്പോഷറും ഉണ്ടാകാറുണ്ട്. നിരവധി അംഗീകാരങ്ങൾ മാമിനെ തേടി വരും. ഈ പുസ്തകത്തിന് എന്തായാലും നിരവധി അംഗീകാരങ്ങൾ കിട്ടുമെന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാഷേ. താങ്ക് യു സോ മച്ച്. ഈ മനോഹരമായ പരിപാടിക്ക് സമാപനം കുറിച്ച് ഔദ്യോഗികമായി നന്ദി പറയാൻ 1ാം വർഷ B.Ed കൊമേഴ്സ് വിദ്യാർത്ഥിനി ശ്രുതി കേസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതിവാര പുസ്തക നിരൂപണം പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി തന്നെ ഈ ഒരു പരിപാടിക്ക് അവസരം ഒരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ
ഡോക്ടർ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര മിസ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം കൂടുകയും തന്റെ എഴുത്തനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവച്ച സജിത മഠത്തിൽ മാമിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. വെള്ളി വെളിച്ചവും വേൽനാളങ്ങളും എന്ന ആത്മകഥയെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച ലക്ഷ്മി വിജയന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയ അക്ഷയയ്ക്കും ഈ പരിപാടി സുഗമമായി കൊണ്ടുപോയ മോഡറേറ്റർ സമാഹയ്ക്കും സ്വാഗതം ആശംസിച്ച സ്നേഹയ്ക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയമാക്കുന്നതിനായി കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും, വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രുതി. ഇതോടെ ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടി സമാപിക്കുന്നു. വായനയിലൂടെ ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് കൂടുതൽ വിശാലമാകട്ടെ. എല്ലാവർക്കും ഒരു മനോഹരമായ ദിനം ആശംസിക്കുന്നു. നന്ദി.